കളി ഇപ്പോൾ നിലവിൽ മഴ നിന്നിട്ടുണ്ട്. തൽക്കാലത്തേക്ക് മഴയ്ക്ക് ഒരു ശാന്തത കൈവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിച്ചിൽ നിന്നും ഷീറ്റ് കവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ അറിവ് പ്രകാരം 4:30-ക്ക് ടോസും 5 മണിക്ക് കളി തുടങ്ങുമെന്നുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത്. മേഘങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. തികച്ചും അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാവുമെന്ന് അറിയാൻ പറ്റില്ല. എങ്കിലും 5 മണിക്ക് തന്നെ കളി തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത്. ഏതായാലും ടീമെല്ലാം അവിടെ സജ്ജമായി. ഇനി മഴ മാറി ടോസ് ഇട്ട് കഴിഞ്ഞാൽ കളി തുടങ്ങും. അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം അല്ലേ? അതെ അതെ അതെ. മഴ മാറിക്കഴിഞ്ഞ് ടോസ് ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ഇനി അവിടെ പരിശീലനത്തിനായി അവര് ഒരു അരമണിക്കൂർ അവിടെ കാണും. അത് കഴിയുമ്പോഴേക്കും പിച്ചെല്ലാം ഇപ്പൊ ഉണക്കാൻ വേണ്ടി എന്തായാലും ഒരു 5 മണി വരെയുള്ള സമയം വേണമല്ലോ. മഴയത്ത് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത് പ്രതിക് റാവൽ ബംഗ്ലാദേശിനെതിരെയുള്ള കളിയിലാണ് വീഴുന്നത്, ആംഗിൾ ഇഞ്ചുറി വരുന്ന ഒരു കാഴ്ച കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കാര്യമായ രീതിയിൽ അവിടെ ഗ്രൗണ്ട് ഉണക്കിയ ശേഷം മാത്രമേ കളി തുടങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ അതിനുള്ള സംവിധാനങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പൊ തന്നെ. അഞ്ജന, ഏതായാലും നിരവധി കാണികൾ, ആയിരക്കണക്കിന് കാണികൾ അവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എന്താണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്? ഇത് വളരെ മനോഹരമായി നിർമ്മിച്ചൊരു സ്റ്റേഡിയമാണ്. വളരെ കാലമായി ഇവിടെ കളികൾ നടക്കുന്നതാണ്. 2020 പോലുള്ള മത്സരങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ വിമൻ ക്രിക്കറ്റിന്റെ പല മത്സരങ്ങളും, ഡൊമസ്റ്റിക് ആയിട്ടുള്ള മത്സരങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കാണികൾ ഒരുപാട് എത്തിയിട്ടുണ്ട്. സെമിഫൈനലിന്റെ ഇന്ത്യയുടെ മികച്ച വിജയത്തിന്റെ ഒരു അടിത്തറ തന്നെ ആയിരിക്കണം കാണികൾ ഇത്രത്തോളം എത്താൻ കാരണം. ടിക്കറ്റ് ഇല്ലാതെ കിട്ടാതെ വിഷമിച്ച് പുറത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സാധാരണ മെൻസ് ലോകകപ്പിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കളികൾക്കോ മാത്രം കാണപ്പെടുന്ന രീതിയിലുള്ള തിരക്കാണ് ഇത്തവണ ഇവിടെ ഈ ഡിവൈ പട്ടി സ്റ്റേഡിയത്തിന് മുമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് പേര് വന്നിട്ട് 100 രൂപയാണ് ഇവിടെ ടിക്കറ്റ് വെച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ 10,000 രൂപയ്ക്ക് വരെ ടിക്കറ്റ് വാങ്ങാൻ തയ്യാറായിക്കൊണ്ടാണ് ആൾക്കാർ പുറത്ത് നിൽക്കുന്നത്. അത്രയും തിരക്കാണ്. അന്ന് വരെ പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ കളിക്കാരെ. പിന്നെ ക്യാപ്റ്റൻ പറഞ്ഞു ഞങ്ങൾക്ക് കളിയുടെ അത്ര തന്നെ ടിക്കറ്റിന്റെ കാര്യത്തിൽ അത്രയും സജ്ജീകരണങ്ങളല്ല, വളരെ മികച്ച സജ്ജീകരണങ്ങളാണ് ഇവിടെ. അഞ്ജന, ഏതായാലും അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരക്കണക്കിന് കാണികൾ അവിടെ എത്തിയിട്ടുണ്ട്. നിരവധി പേർ ഇനിയും എത്ര പൈസ കൊടുത്താലും കുഴപ്പമില്ല അങ്ങോട്ട് എങ്ങനെയും കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ താരങ്ങൾക്ക് നല്ല ഊർജ്ജം പകരുന്ന ഒരു കാണികൾ തന്നെയായിരിക്കും, നല്ല സപ്പോർട്ട് നൽകുന്ന ഒരു കാണികൾ തന്നെ അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായല്ലേ? തീർച്ചയായും സെമിഫൈനലിൽ തന്നെ നമ്മളത് കണ്ടതാണ്. വളരെ ആവേശത്തോടെ ഇന്ത്യക്ക് വേണ്ടി ആർത്ത് വിളിക്കുന്ന, ഇന്ത്യ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വനിതാ താരങ്ങളെയും പേരെടുത്ത് വെച്ച് അനുമോദിക്കുന്ന കാണികളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്രത്തോളം വനിതാ ക്രിക്കറ്റിന്റെ ഒരു വ്യാപിച്ചു, അല്ലെങ്കിൽ അതിന്റെ ഒരു വിപ്ലവം തന്നെ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ശരി, നന്ദി അഞ്ജന ശശി. ഏതായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്, അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചതിന്. ഏതായാലും അല്പസമയത്തിനകം കളി ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു 5 മണിയോടുകൂടി കളി ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഴയിൽ നേരിയ ഒരു കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തികച്ചും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ടീം അവിടെ ഉള്ളത്. അത്രയധികം ഊർജ്ജം പകരുന്ന 30,000-ത്തിലധികം വരുന്ന കാണികളും അവിടെ എത്തിയിട്ടുണ്ട്. 5 മണിയോടുകൂടി മത്സരം ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുമുള്ളത്.